അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞിട്ടും രാജ്യത്ത് ഇന്ധനവില കുറയ്ക്കാത്ത എണ്ണ കമ്പനികളുടെ നടപടിക്കെതിരെ കടുത്ത നിലപാടുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എണ്ണ കമ്പനികൾ നടത്തുന്ന ഈ വില ചൂഷണത്തെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിക്കാൻ യു.എസ്. നീതിന്യായ വകുപ്പിന് ട്രംപ് നിർദ്ദേശം നൽകി. എണ്ണ കമ്പനികൾക്ക് ക്രൂഡ് ഓയിലിൽ ലഭിക്കുന്ന വിലയിൽ വൻ ഇടിവുണ്ടായിട്ടും അതിന്റെ ആനുകൂല്യം പമ്പുകളിൽ ഉപഭോക്താക്കൾക്ക് കൈമാറാൻ അവർ തയ്യാറാകുന്നില്ലെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില താഴേക്ക് പതിക്കുകയാണെന്നും വില കുറയ്ക്കാത്ത കമ്പനികളുടെ നടപടി ജനങ്ങളെ നേരിട്ട് ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണെന്നും ട്രംപ് ആരോപിച്ചു. ഇപ്പോൾ കാണുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ രാജ്യത്ത് പെട്രോൾ വില താഴേക്ക് വരണമെന്നും അദ്ദേഹം കർശന മുന്നറിയിപ്പ് നൽകി. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതോടെയാണ് ആഗോള വിപണിയിൽ ഇന്ധനവിലയിൽ വലിയ കുറവുണ്ടായത്. അന്താരാഷ്ട്ര എണ്ണവില സൂചികയായ ബ്രെന്റ് ക്രൂഡ് ബാരലിന് $77 താഴെയും യു.എസ്. വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് $73 താഴെയുമാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. രാജ്യത്തെ കുതിച്ചുയർന്ന ഇന്ധനവില ട്രംപ് ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. സമാധാന ചർച്ചകൾ വിജയിക്കുകയും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുകയും ചെയ്യുന്നതോടെ ഇന്ധനവില കുത്തനെ കുറയുമെന്ന് ട്രംപ് നേരത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിപണിയിൽ വില കുറഞ്ഞിട്ടും പമ്പുകളിൽ മാറ്റം വരുത്താത്ത കമ്പനികൾക്കെതിരെ പ്രസിഡന്റ് നേരിട്ട് രംഗത്തെത്തിയത്. ആഗോള വിപണിയിലേക്ക് എണ്ണ വിതരണം സാധാരണ നിലയിലാകുന്നതാണ് വില കുറയാനുള്ള ഏറ്റവും വലിയ കാരണം. ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന കൂടുതൽ എണ്ണ ടാങ്കറുകൾ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് വഴി യാത്ര തിരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇതിനു പുറമെ ഇറാനുമേലുള്ള ഉപരോധത്തിൽ അമേരിക്ക 60 ദിവസത്തെ ഇളവ് അനുവദിച്ചതും എണ്ണവില കുറയാൻ സഹായിച്ചു. ഇതുവഴി ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വിൽപ്പന വീണ്ടും സജീവമാകും. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം സംബന്ധിച്ച ചർച്ചകൾ തുടരാൻ ഒമാനും ഇറാനും തീരുമാനിച്ചതും ആഗോള വിതരണ തടസ്സങ്ങളെക്കുറിച്ചുള്ള ഭയം കുറച്ചു. കഴിഞ്ഞ ആഴ്ച മാത്രം 30 ദശലക്ഷത്തിലധികം ബാരൽ ക്രൂഡ് ഓയിലാണ് ഏഷ്യയിലേക്ക് എത്തിയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇറാന്റെ കീഴിലാണ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് എണ്ണ നൽകുന്നത്. ഗൾഫ് രാജ്യങ്ങളും ഉൽപാദനം പഴയപടിയായിട്ടുണ്ട്. ഹോർമൂസ് വഴിയുള്ള വിതരണം സാധാരണ നിലയിലായാൽ കൂടുതൽ എണ്ണ വിപണിയിലെത്തുമെന്നും അത് എണ്ണവില ഉയരുന്നത് തടയുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഗൾഫിൽ നിന്നുള്ള കയറ്റുമതി സാധാരണ നിലയിലാകുന്നുണ്ട്. എണ്ണ നീക്കങ്ങൾ തടസ്സമില്ലാതെ തുടരുകയും ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്താൽ 2027 വിപണിയിൽ ആവശ്യത്തിലധികം എണ്ണ എത്തിയേക്കാം. ഇന്ത്യ ഉപയോഗിക്കുന്ന എണ്ണയുടെ 85% ഇറക്കുമതി ചെയ്യുന്നതാണ്. അതിനാൽ ക്രൂഡ് ഓയിൽ വില കുറയുന്നത് ഇന്ത്യക്ക് എക്കാലത്തും വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇത് രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും രൂപയുടെ മൂല്യം ഉയർത്താനും പണപ്പെരുപ്പത്തിൽ നിന്ന് ആശ്വാസം നൽകാനും സഹായിക്കും. എന്നാൽ പെട്രോൾ, ഡീസൽ വിലയിൽ ഉടനടി വലിയൊരു കുറവ് പ്രതീക്ഷിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വന്നേക്കാം. ക്രൂഡ് ഓയിൽ വിലയ്ക്ക് പുറമെ നികുതി, റിഫൈനിംഗ് മാർജിൻ, മാർക്കറ്റിംഗ് ചെലവുകൾ എന്നിവയെല്ലാം ചേർന്നാണ് ഇന്ത്യയിൽ ഇന്ധനവില തീരുമാനിക്കുന്നത്. നിലവിലെ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ എണ്ണവിലയിലെ ഇടിവ് കാരണം കമ്പനികൾക്ക് വലിയ ഇൻവെന്ററി നഷ്ടം ഉണ്ടായേക്കാം. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ ലാഭക്ഷമത വർദ്ധിക്കും. ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 താഴെ തുടരുകയാണെങ്കിൽ ഡിസംബർ, മാർച്ച് മാസങ്ങളിൽ കമ്പനികൾ വൻ ലാഭത്തിലേക്ക് കുതിക്കും. ഗാർഹിക LPG വിൽപ്പനയിലെ നഷ്ടം ഇപ്പോഴും ഉയർന്ന നിലയിലാണെങ്കിലും വരും ദിവസങ്ങളിൽ ക്രൂഡ് ഓയിൽ വിലക്കുറവിന്റെ പ്രതിഫലനം ഇതിലുമുണ്ടാകും. വരും വർഷങ്ങളിൽ ചെലവുകൾ വർദ്ധിക്കുന്നതോടെ എക്സൈസ് ഡ്യൂട്ടി വീണ്ടും കൂട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലായി അനുവദിച്ച വില വർധന വഴി പരിഹരിക്കുക എന്ന് മാത്രമാകും മറ്റൊരു തന്ത്രം. ഇത് സാധാരണ ജനങ്ങളുടെ ചെലവില്ലാതാകുന്ന സാഹചര്യമാകും. ക്രൂഡ് ഓയിൽ വില കുത്തനെ താഴ്ന്നിട്ടും യുദ്ധകാല സാഹചര്യത്തിൽ വർധനവിൽ കുറവ് വരുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.